ചിക്കൻ വീട്ടിൽ വാങ്ങുന്ന ദിവസങ്ങളിൽ കുറച്ചെടുത്ത് മാറ്റി വെക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി കിട്ടി. അങ്ങനെ ഞാനത് ട്രൈ ചെയ്ത് നോക്കുവാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ, കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം, നാരങ്ങ നീര്, പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡ്, ഒരു 3 പീസ് ബ്രെഡ് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് അത് കുറച്ച് പീസുകളാക്കി എടുത്ത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതുകൂടി കൂട്ടിയിട്ടാണ് ചതച്ചെടുക്കുന്നത്. നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഫൈനാക്കണ്ട, അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഷേപ്പാക്കാന്ന് വെച്ചാൽ ചിക്കൻ നഗറ്റ്സിൻ്റെ ആ ഒരു രൂപം കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ് കേട്ടോ. ഞാൻ ചപ്പാത്തി പരത്തണോലൊക്കെ ഒന്ന് പരത്തി നോക്കിയിട്ട് ശരിയായില്ല. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൻ്റെ അടപ്പിൽ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തു. ഇനി അത് നമുക്ക് പീസുകളാക്കി നമുക്ക് ആ ഷേപ്പിൽ, നഗറ്റ്സിൻ്റെ ഷേപ്പ് വരുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലൊക്കെയാണ്. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് എല്ലാം എടുത്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത് വയ്ക്കാം. നമ്മളെല്ലാം തന്നെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടയെടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പാത്തു സ്കൂളിൽ നിന്ന് വരുന്ന സമയം കൊണ്ട് അവനൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. നമ്മളിവിടെ കുറച്ച് ബ്രെഡിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോ പീസും എടുത്ത് മുട്ടയിൽ മുക്കി നമ്മൾ ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കെല്ലാം കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പീസുകൾ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ നഗറ്റ്സാണിത്. നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഓരോ വശം മുരിയണ അനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഇല്ലേ പെട്ടെന്ന് കരിയും, ഉള്ളു വേഗവുമില്ല. നമ്മൾ ചിക്കൻ വേവിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് തന്നെ വേണം നമുക്ക് ചിക്കൻ ഉള്ളൊക്കെ ശരിക്കും വേകാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.